നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇത് നേരത്തെ ഞാൻ മറ്റേ ഗൈഡൻസ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഇന്ന് ഞാൻ ആക്ച്വലി ഒരു കാര്യം നോക്കാൻ പോകണം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഒരു സീക്രട്ട് നമുക്ക് അറിയാൻ നോക്കാം. ഓക്കെ, അവർ ലൈഫിൻ്റെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്താ വരികയെന്നറിയില്ല. നമുക്ക് നോക്കാം. അവരെക്കുറിച്ച് വല്ല കാര്യങ്ങളായിരിക്കാം, പേഴ്സണിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് ആദ്യം കുറച്ച് കാർഡ്സ് അങ്ങനെ എടുക്കാൻ വേണ്ട. അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് നിങ്ങളുടെ അടുത്ത് ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, മെയിനായിട്ട് സീക്രട്ടിലേക്കാണ് ഞാൻ ഫോക്കസ് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ പേഴ്സൺ ആരാണ് എന്നുകൂടി നമുക്ക് നോക്കാം. പേഴ്സണിനെ കുറിച്ച് ജസ്റ്റ് ഒരു എനിക്ക് പറയാൻ കിട്ടുന്ന പോലെ എന്തൊക്കെയാ വായിൽ വരാമെന്ന് എനിക്കും അറിയില്ല. നമുക്ക് നോക്കാം. ഓക്കെ, പേഴ്സണിനെ കുറിച്ച് അറിയാം ആൻഡ് അവരുടെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു സീക്രട്ട്, അവരുടെ ഒരു കാര്യം ഓക്കെ നമുക്കറിയാൻ നോക്കാം. ഓക്കെ, ജനറൽ റീഡിങ് എടുക്കുന്നുള്ളൂ, ഫയൽ വെക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് നോക്കാലോ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആരാണ് അല്ലേ, മെയിനായിട്ട് നമുക്കതാ നോക്കണ്ട്. ഓക്കെ, Two of Wands, Knight of Coins, Three of Swords. Ten of Coins, Strength. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് ഞാനിവിടെ പറയുകയാണെങ്കിൽ ടു ഓഫ് വോൺസ് പറയുമ്പോൾ അവരൊരു തീരുമാനം എടുക്കാൻ ആലോചിക്കുന്ന പോലെ. ഓക്കെ, അവരുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്. ആ രണ്ട് വഴികളിൽ ഏത് വേണം എന്നുള്ള ഒരു ആലോചനയിൽ അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതെന്തിനെ കുറിച്ചാണെന്ന് പിന്നെ നമുക്കറിയാലോ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാകുമ്പോൾ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നൈറ്റ് ഓഫ് കോയിൻസ് കാണുന്നുണ്ട്. അവർ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതായത് എൻ്റെ ഇവിടെ 10 ഓഫ് കോയിൻസും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർ വളരെ ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണെന്ന് പറയാം. എനിക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയാം. ആൻഡ് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ്. ഓക്കെ, അവർ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല, ബട്ട് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അവർ ഒരു ട്രസ്റ്റ് എന്താ പറയുക, കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്കും ലൈക്ക് അവരുടെ ലൈഫിൽ ഓക്കെ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് വേണം, ബന്ധങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. കുറേ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാം. ആൻഡ് ഇവിടെ അഗെയിൻ 10 ഓഫ് കോയിൻസ് കാണുമ്പോഴും 10 ഓഫ് ഇത് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴും നമ്മൾ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യണം. അവരെ കൂടെയുള്ള വ്യക്തി ആരായാലും ശരി, ഫാമിലി ആയാലും ശരി, ഫ്രണ്ട്സ് ആയാലും ശരി, എല്ലാം വളരെ നല്ല രീതിയിൽ ഹാപ്പിയാക്കി വെക്കണം. അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, അവരെ കെയർ ചെയ്യണം. കാരണം അത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് കരുതുകയാണ്. ഓക്കെ, ആ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് അവർ ഫാമിലിയെ ഹാപ്പിയാക്കി വെക്കുക, ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുക. ഫാമിലി മാത്രം ആവണമെന്നില്ല, പക്ഷേ യെസ് ഫാമിലി ആണ് കൂടുതലും. ബട്ട് എനിക്ക് തോന്നുന്നത് എല്ലാവരോടും അത് അവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫാമിലിക്ക് അവർ വളരെ പ്രയോറിറ്റി കൊടുക്കുന്നവരാണെന്ന് പറയാം. അതിപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയാവാം, ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ എന്ന രീതിക്കാവാം, അല്ലെങ്കിൽ പാരൻസിൻ്റെ കാര്യങ്ങളും ആവാം. പാരൻസിനെ കെയർ ചെയ്യുക, നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, വളരെ സ്ട്രോങ് ക്യാരക്ടറാണ് അവർക്ക്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലൈക്ക് നിങ്ങൾക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവരെ എന്ന രീതിക്കാണ്. അതായത് അവർക്ക് അവരുടേതായ ചില ഇഷ്ടങ്ങളുണ്ട്, അവരുടേതായ ചില നിർബന്ധങ്ങളുണ്ട്. ഓക്കെ, കുറച്ചൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന രീതിക്ക് പറയാം നമുക്ക്. ഓക്കെ, അവർ പക്ഷെ എനിക്കിവിടെ എവിടെയോ ഒരു കാർഡ് കാണുമ്പോൾ അവരെ കാണാൻ ചിലപ്പോൾ വളരെ നല്ലൊരു ഭംഗിയുള്ള വ്യക്തികളായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഹാൻഡ്സമോ ആവാം, ലേഡീസ് ആണെങ്കിൽ പ്രെറ്റിയോ ആവാം. ഓക്കെ, സോ അങ്ങനെ ഒരു ഫീലിംഗ്, ആക്ച്വലി കാർഡിൻ്റെ മീനിങ് അതല്ല, ബട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അവരെ ക്യാരക്ടർ വെച്ചിട്ട് അവരെ ക്യാരക്ടറും അങ്ങനെ ആയിരിക്കും. എന്നിട്ട് എല്ലാവരെയും മുമ്പിൽ ഒരു വളരെ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, എല്ലാവരും അവരെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ റെസ്പെക്ട് ചെയ്തു പോകും എന്ന് പറയില്ലേ, ആ രീതിക്കുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് അവരുടെ. ഓക്കെ, മീൻസ് അതൊരു ഓവർ കോൺഫിഡൻസും ആയിരിക്കാം ചിലവർക്ക് അത് ഓവർ കോൺഫിഡൻസ് ആയിട്ട് വരുന്നുണ്ടാവും. ആൻഡ് ഇവിടെ ഈ ഒരു കാർഡ് മാത്രമാണ് എനിക്ക് കൺഫ്യൂസ് ആയത്. 3 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നുണ്ട്. അവർക്ക് ചില വേദനകൾ കിട്ടിയിട്ടുണ്ട് എന്നും പറയാം. അവർക്ക് ചില വേദനകൾ കിട്ടിയിട്ടുണ്ട് പാസ്റ്റിൽ. ചില വേദന ഉണ്ടായിട്ടുണ്ട്.
നിങ്ങളുടെ സിറ്റുവേഷനിലാണോ എന്നറിയില്ല, അറ്റ്ലീസ്റ്റ് പാസ്റ്റിൽ അവർക്ക് ചില വേദനകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഹാർട്ട് ബ്രേക്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, വളരെ കോൺഫിഡൻറ്റ് വ്യക്തി തന്നെയാണ്. ബട്ട് എന്നാലും മേ ബി ഈ ഹാർട്ട് ബ്രേക്ക് മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ബാക്കി ഇങ്ങനെ ഓവർ കോൺഫിഡൻസ് ഒക്കെ കാണിക്കുന്നത്. ഓക്കെ, എല്ലാവരെയും മുമ്പിൽ നിൽക്കുമ്പോൾ അവർ വളരെ ഒരു സ്ട്രോങ് ആണ് എന്ന് കാണിച്ചൊക്കെ നിൽക്കുന്നുണ്ടാവും. എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വെച്ച് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അത് പക്ഷെ അവരുടെ ഈ ഒരു ഹാർട്ട് ബ്രേക്ക് മറയ്ക്കാൻ വേണ്ടിയായിരിക്കും. ഓക്കെ, അങ്ങനെയും ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ലെറ്റ്സ് സീ കുറച്ച് കാർഡ്സ് കൂടി നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച്. എല്ലാവർക്കും എല്ലാം മാച്ച് ആവണം എന്നില്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും മാച്ച് ചെയ്യുന്നത്. പ്രിൻസസ് ഓഫ് കോയിൻസ് ഉണ്ട് അഗെയിൻ, കണ്ടോ, കമ്മിറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. മൂൺ കാർഡ്, ഓക്കെ, 7 of wands, 10 of wands again, 10 എല്ലാം വളരെ മാച്ചായിട്ട് വരുന്നുണ്ട്. Ace of wands ആൻഡ് ഇവിടെ 2 of coins വീണ്ടും ഉണ്ട്. 9 of swords. ഓക്കെ, അഗെയിൻ ഇവിടെ കാണുന്നത് കമ്മിറ്റ്മെന്റ് കാര്യം തന്നെയാണ്. കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന രീതിക്ക് തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളോട് അവർക്ക് ഫീലിങ്സ്, നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന് 2 പ്രാവശ്യം കൺഫർമേഷൻ വന്നു കഴിഞ്ഞു. നൈറ്റ് ഓഫ് സോർഡ്സും പ്രിൻസസ് ഓഫ് കോയിൻസും ഒക്കെ, നമ്മുടെ പേജ് ഓഫ് കോയിൻസ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ രണ്ടും അവരോട് പറയുന്നത് നിങ്ങളോട് ഉള്ള ഒരു അറ്റാച്ച്മെന്റ് കാര്യമാണ്, കമ്മിറ്റഡ് ആണ് എന്ന രീതിയിലാണ്. ആൻഡ് ഇവിടെ ഇമോഷണൽ ആണ് അവർ. ഓക്കെ, അവർക്ക് ശരിക്കും ഈ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ അവർ സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ മനസ്സിലെവിടെയും കൺഫ്യൂഷൻ ഉണ്ട്. ആർക്കാണ് ആക്ച്വലി 2 of wandsഉം 2 of coinsഉം ഞാൻ പറഞ്ഞു, അവരുടെ മനസ്സിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ആരെ ചൂസ് ചെയ്യണം എന്ന രീതിയിൽ. അതിപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ കാര്യമായിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കാം. അവർക്ക് കമ്മിറ്റ്മെന്റ് തരണം ആർക്കാണ് എന്ന രീതിയിൽ അവരുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിനെ ഓർത്ത് അവർ ഇമോഷണലും ആവുന്നുണ്ട്. ഓക്കെ, അവർ ഈ കോയിൻസും വെച്ച് നിൽക്കുന്നുണ്ട്. അതായത് കമ്മിറ്റ്മെന്റ് തരാൻ അവർ റെഡിയാണ്, അവർക്ക് വേണമെന്നുണ്ട്, അവർക്ക് വളരെ ആഗ്രഹമുണ്ട് ദാറ്റ് ശരിക്കും കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണമെന്ന്. ബട്ട് അവിടെ ഒരു കൺഫ്യൂഷൻ അവരുടെ മൈൻഡിൽ വരികയാണ്. ചിലപ്പോൾ ഫാമിലിയുടെ വാക്ക് കേട്ട് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യണോ എന്നുള്ള രീതിയിലായിരിക്കാം. ഫാമിലി ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കാം. കൺഫ്യൂഷൻ അവരുടെ മൈൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് 2 of wands 2 of coins. ഓക്കെ, ആ കൺഫ്യൂഷൻ ഇവിടെയും കാണുന്നുണ്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ അവർക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് അവരുടെ മൈൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ 7 of wands സ്റ്റാൻഡ് എടുക്കുന്ന കാര്യം ഞാൻ പറയാറുണ്ട്. പേഴ്സൺ വളരെ സ്ട്രോങ് ക്യാരക്ടറൊക്കെ ആണ്, പക്ഷേ അവനവൻ്റെ കാര്യങ്ങൾ മാറ്റി വെക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാറില്ല എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ എവിടേക്കോ ഇവരുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ മറച്ചിട്ടാണ് ഇവർ ഓരോന്ന് പുറത്ത് കാണിക്കുന്നത് വേറെയാണ്. ഓക്കെ, മനസ്സിൻ്റെ ഉള്ളിൽ വേറെയാണ്, പുറത്ത് വേറെയാണ്. ഓക്കെ, അവർ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ കാണിച്ചാൽ അതൊരു തരം നമ്മൾ പറയില്ലേ ഡിഫെൻസീവ് ആവുന്നതാണ്. ഓക്കെ, അവർ ഡിഫെൻസീവായിട്ട് മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കും. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഒരു ദേഷ്യമോ വല്ല ഒരു ഭയങ്കര എടുത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക, അതായത് ഒരു സംസാര രീതി ഉണ്ടല്ലോ, നമ്മൾ പറയില്ലേ ഡിഫെൻസീവായിട്ട് സംസാരിക്കുക, എതിർത്ത് സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവരുടെ ഉള്ളിൽ എവിടെയോ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് കാണുന്നില്ല. മറ്റുള്ളവരെ സന്തോഷങ്ങൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഫാമിലി കെയർ ചെയ്യണം എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ പ്രയോറിറ്റി. ഓക്കെ, അത് കാരണം അവനവൻ സ്വയം വേദനിച്ചാലും അവർ അതിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. ഓക്കെ, ആൻഡ് ഇവിടെ 10 of wands ആണ്. ഞാൻ പറഞ്ഞു ബേർഡൻ ഉണ്ട് അവരുടെ മേലെ. അഗെയിൻ 10 of coins 10 of wands രണ്ടും തമ്മിൽ കണക്ഷൻ നോക്കാം. ഫാമിലിയുടെ ബേർഡൻ അവരുടെ മേലെ ഉണ്ട്. ഓക്കെ, അതായത് ഫാമിലിയെ കെയർ ചെയ്യണം, മറ്റുള്ളവർ എന്ത് പറയും, ഞാൻ അതിൻ്റെ കടമ ചെയ്തില്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തില്ലേ, ആ രീതിയിലുള്ള ടെൻഷൻ. അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു ബേർഡൻ അവർ ക്യാരി ചെയ്യുന്നത് അവർക്ക് ശരിക്കും നല്ല വിഷമമുണ്ട്. ഓക്കെ, അവർക്ക് നിവർത്തിയില്ലാതെ അവരത് ക്യാരി ചെയ്യുന്നതാണ്. അതിപ്പോൾ മാരീഡ് ആയാലും ശരി, ഫാമിലി ഞാൻ പറഞ്ഞ പോലെ പാരൻസിൻ്റെ കാര്യത്തിലായാലും ശരി, അവർ ആ ഒരു കാര്യത്തിൽ അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇവിടെ എനിക്ക് മീൻസ്. പക്ഷെ അവർ ചെയ്യുന്നുണ്ട്, അവർ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അവർ ഇങ്ങനെയൊക്കെ ഉള്ളിൽ നമ്മൾ എന്താ പറയുക, പുറമേ തേങ്ങ പോലെ എന്ന് പറയില്ലേ, പുറമേ പരുക്കൻ സ്വഭാവവും പുറമേ വല്ല ലയൺ പോലെയൊക്കെ കാണിക്കുന്നുണ്ടാവും. പക്ഷെ അകത്ത് അവർ വളരെ സോഫ്റ്റ് ക്യാരക്ടറാണ് അവർക്ക് കാണുന്നത്, ഇമോഷണൽ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആ ഇമോഷണൽ സൈഡാണ് അവർ മറക്കുന്നത്. അവർ സീക്രട്ടായിട്ട് എന്ത് വെക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ ആ ഇമോഷണൽ സൈഡ് അവർ മറക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്തായാലും മറ്റുള്ളവരോടായാലും അവർ കാണിക്കുന്നത് വളരെ സ്ട്രോങ് ആണ്, ഞാൻ എന്നെ ഒന്നും വേദനിപ്പിക്കില്ല, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു മറം മാത്രമാണ്. ഓക്കെ, അവരിവിടെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്, അവർ ഇമോഷണൽ സൈഡ് അവർ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ആ ബേർഡൻ അവർ ഒരുപാട് ക്യാരി ചെയ്യുന്നുണ്ട്. അത് ആരോടും അവർ പറയുന്നില്ല, അവനവന് വേണ്ടി ഒരു സ്റ്റാൻഡൊന്നും അവർ എടുക്കുന്നില്ല. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് പറയാം.
ആൻഡ് ഇവിടെ ഏസ് ഓഫ് വാൻസ് ആണ്. അവർ ആഗ്രഹിക്കുന്നത് ലൈഫിലൊരു പുതിയ തുടക്കമാണ്. അവർ ലൈഫിലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് 2 ഓഫ് വാൻസും ഏസ് ഓഫ് വാൻസും ആലോചിച്ച് നോക്കുക. ഇത് 2 വാണ്ടാണ് അല്ലേ, 2 വാൻസ് ആണ് ഇവിടെ, ഇത് ഒന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നിനെ ചൂസ് ചെയ്യണം എന്നവരുടെ മനസ്സിലുണ്ട്. വളരെയധികം അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അവർക്ക്. ഓക്കെ. അപ്പോൾ പക്ഷെ അവർക്ക് അവനവന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. ഒന്ന്, തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള ഒരു കാര്യം. തേർഡ് പാർട്ടി ആരും ആവാം, ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ മാരീഡ് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അവർ ഫാമിലി എതിർക്കുന്നു എന്ന രീതിക്കായിരിക്കാം. ഓക്കെ. ഇവിടെ കാണുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അവരുടെ ഇമോഷണൽ സൈഡ് അവർ നിങ്ങളുടെ അടുത്ത് മറക്കുകയാണ്. ഓക്കെ. കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണം എന്നൊക്കെയാണ് അവർ ആഗ്രഹം, പക്ഷെ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഇനി അവർ ചെയ്തു പോവാണ്. ഓക്കെ. നോക്കാം നമുക്ക് വേറെ എന്താ നിങ്ങളുടെ പേഴ്സൺ സീക്രട്ട് അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം കുറച്ചുകൂടി. Okay, let's see. 5 of Wands, conflicts, Wheel of Fortune, Hang Woman ആണ്, Hangman, Knight of Swords, 6 of Wands, Queen of Coins. Yes, ഞാൻ പറഞ്ഞത്. Devil. Yes, 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 yes. ഇവിടെ അവരുടെ ലൈഫിൽ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. എനിക്ക് കോൺഫ്ലിക്ട്സ് നടക്കുന്നത് ഫാമിലിയുമായിട്ടായിരിക്കാം, അവരുടെ മൈൻഡിൻ്റെ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ. ഇവിടെ അവർ വെയിറ്റ് ചെയ്യുന്നത് ഒരു സമയം എങ്ങനെയെങ്കിലും ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അതായത് കാലം തനിയെ ഒന്ന് മാറട്ടെ എന്ന രീതിക്കാണ് അവരുടെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ. അവർക്ക് തോന്നുന്നത് അവരുടെ കർമ്മയാണ് എന്നും തോന്നുന്നുണ്ടാവാം. അവർ ചെയ്ത എന്തൊക്കെയോ പാസ്റ്റ് ലൈഫിൻ്റെയോ എപ്പോഴെങ്കിലും കർമ്മകളുടെ ആണ് അവർക്ക് കിട്ടുന്നത് എന്ന് തോന്നുന്നുണ്ടാവും. കാരണം കോൺഫ്ലിക്ട്സ് ഉണ്ട്. അവർ മാരീഡ് ആണെങ്കിലും ശരി, ഫാമിലിയിലാണെങ്കിലും പാരൻസ് ആണെങ്കിലും ശരി, അവിടെ അവരൊരു തരത്തിൽ എന്താ പറയുക, അവിടെ അവർ പ്രൊവൈഡർ മാത്രമാണ്. പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ അവിടെ വീട്ടിലേക്ക് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമാണ് അവിടെ. അവർ ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് ആലോചിക്കാം. യൂസ് ചെയ്യുന്ന തരത്തില്ല എന്ന് പറയാം. ഓക്കെ. അതായത് അവിടെ അവർക്കൊരു ഫാമിലിക്ക് വേണ്ടി എന്ത് ചെയ്താലും കാര്യമൊന്നുമില്ല. ഓക്കെ. അവിടെ അതൊരു അവർ യൂസ് ചെയ്യുന്ന പോലെയാണ്. ഈ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, അതിനൊക്കെ വേണ്ടി അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഓക്കെ. അതിവിടെ ബാക്ക് സ്റ്റാബിൻ്റെ കാര്യം ഞാനിവിടെ കണ്ടിരുന്നു. ഓക്കെ. അവർക്ക് എപ്പോഴും ബാക്ക് സ്റ്റാബേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. അവരെന്ത് ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താലും ഓക്കെ, അവർക്ക് അവിടെ ബാക്ക് സ്റ്റാബിങ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ആ ഫാമിലി ആയാലും ശരി, അതിപ്പോൾ പാരൻസ് ആയാലും അതൊക്കെ കാർമിക് ആണ് എന്ന് പറയാം. ഓക്കെ. വീൽ ഓഫ് ഫോർച്യൂൺ നമുക്ക് കർമ്മ എന്ന രീതിക്ക് എടുക്കാം. അവർ കാർമിക് സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. ഓക്കെ. അവരുടെ ലൈഫിൽ കാർമിക് സിറ്റുവേഷൻ നടക്കുകയാണ്. അതിപ്പോൾ ഫാമിലി ആയിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ വൈഫ് മാരീഡ് ആണെങ്കിൽ വൈഫ് ഹസ്ബൻഡ് എന്ന രീതിക്ക് എടുക്കാം, അല്ലെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിലും ശരി, എന്തിലാണെങ്കിലും അത് അവരുടെ കർമ്മയാണ്. ആൻഡ് കാർമിക് സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. ഓക്കെ. അവിടെ അവർക്ക് കോൺഫ്ലിക്ട്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഡെവിൾ എനർജി ഉണ്ട്. ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അവിടെ നെഗറ്റീവ് എനർജിയാണ് ഫുൾ അവരുടെ ചുറ്റും. ഓക്കെ. ആ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൻ്റെ ചുറ്റും നെഗറ്റീവ് എനർജിയാണ്. അവരതിൽ സ്റ്റക്കാണ്, പെട്ട് നിൽക്കുകയാണ്. ഓക്കെ. അവർക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്ന ആഗ്രഹമുണ്ട്. ഇതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് വരണം എന്ന രീതിക്ക് അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല, കാരണം അവർ സ്റ്റക്കാണ്. അതൊരു കർമ്മ തീരുന്നവരെ അത് വിട്ടു പോവില്ല. ഓക്കെ. സോ നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ. അവർക്ക് സക്സസ് വേണം എന്ന് ആഗ്രഹമുണ്ട്. 6 of Wands സക്സസ് ആണ്. ഓക്കെ. അവർക്ക് ഇതെല്ലാം ഒന്ന് വിട്ടു മാറി എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഇതിൽ നിന്നൊക്കെ പുറത്ത് വരണം എന്ന രീതിക്കൊക്കെ അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവർ ചില കൺട്രോളിലാണ് എന്നും പറയാം. ആക്ച്വലി ഈ കാർഡിന് നമുക്ക് അങ്ങനെ തന്നെ പറയാം, കൺട്രോളിലാണ് എന്നും പറയാം. ഇപ്പം അവരെ നമ്മൾ ലൈനായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അവരെ ആരോ കൺട്രോൾ ചെയ്തിട്ടുണ്ട് എന്ന രീതിക്കും പറയാം. ഓക്കെ. അവരെത്ര വീരശൂരം കാണിച്ചാലും ശരി, അവർ കൺട്രോൾഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ. അവർ കടമകൾ അവർ ചെയ്യുന്നുണ്ട്, അപ്പം അതിലവർ സ്റ്റക്കാണ്. ഓക്കെ. ഡെവിൾ എനർജിയാണ് അവരുടെ ചുറ്റും. ഓക്കെ. ഒരു തരം അഡിക്ഷനിൽ പെട്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ല, അവരവിടെ അഡിക്ഷൻ എന്ന് മാത്രമല്ല, കോഡിപെൻഡൻസി എന്ന് പറയാം. ഓക്കെ. പരസ്പരം അവരൊരു ഗിവ് ആൻഡ് ടേക്ക് അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും അവിടെ പേഴ്സണാണ് താഴെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് മറ്റുള്ളവർ അവരെ കൺട്രോൾ ചെയ്യുന്നു, ആ രീതിയിലൊക്കെയാണ്. അവർക്ക് അവിടുന്ന് എപ്പോഴും വേദനകളെ കിട്ടിയിട്ടുള്ളവർക്ക്, നമുക്ക് ആദ്യം തന്നെ നമ്മൾ 3 of Swords പറഞ്ഞിരുന്നു, അവർക്ക് ചില വേദനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ.
ആൻഡ് അതൊന്നും അവർ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹം നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഏസ് ഓഫ് വോൺസ് ആണ്. ഏസ് ഓഫ് വോൺസ് പറയുമ്പോൾ അവരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം എന്തിലേക്കാണ്? പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ അവർ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു പുതിയ തുടക്കത്തിലേക്ക് വരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അത് നിങ്ങളെയാണ് പറയുന്നത്. പേഴ്സൺ മീൻസ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാരേജ് വേണം എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് മാരേജ് വേണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന് തന്നെയാണ് അവർക്ക്. ഓക്കെ, അവർ മനസ്സിൽ പക്ഷേ ഹൈ പ്രീസ്റ്റസ് ആണ് അവിടെ. ഓക്കെ, അവിടെ അഗെയിൻ ഹൈ പ്രീസ്റ്റസ്, ഡെവിൾ കാർഡ് എല്ലാം പറയുന്നത് അവർ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവരെ സ്റ്റക്കാക്കി നിർത്തുന്നത് എന്നാണ് കാണുന്നത്. ചിലവർക്ക് ബ്ലാക്ക് മാജിക്കിന്റെ ആവാം. ഓക്കെ, ചിലവർക്ക് ജസ്റ്റ് പേഴ്സണലി സ്റ്റക്കായി നിൽക്കുന്നു എന്ന് പറയാം, കാരണം അവർ പുറത്തു വരാൻ നിവർത്തിയില്ല. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ എപ്പോഴും പറയാറുണ്ട് ദാറ്റ് എല്ലാം നമ്മുടെ കയ്യിലാണ് എന്നും പറയൂ കേട്ടോ. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മറക്കുന്നത് അവരുടെ യഥാർത്ഥമായ സിറ്റുവേഷൻസ് അവർ നിങ്ങളോട് പറയുന്നില്ല, അല്ലെങ്കിൽ യഥാർത്ഥ ക്യാരക്ടർ അവർ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ ഒരുപാട് ദേഷ്യത്തിലോ അങ്ങനെയൊക്കെ ബിഹേവ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അവരുടെ മനസ്സിൽ അവർ വളരെ ഇമോഷണലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ ചില സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അവർക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം മുഴുവൻ ചിലപ്പോൾ നിങ്ങളോടായിരിക്കും തീർക്കുക. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഓക്കെ, സൊസൈറ്റി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാനാണ് ഇവിടെ. നോക്കാം നമുക്ക് അല്ലേ, വിത്ത് ടൈം ലെറ്റ്സ് സീ. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്താണ് നമുക്ക് കാണുന്നത് നോക്കട്ടെ. ഞാൻ ഹാർട്ട് ഉണ്ട്, വെരി നൈസ്. ട്രീ, മോസം, ബെയർ, പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഓക്കെ, സ്റ്റോർക്ക്, നല്ല കാർഡ്സ് ആണ്, വെരി ഗുഡ്. ഓക്കെ, നല്ല കാർഡ്സ് എന്ന് പറയുമ്പോഴേക്കും ക്ലൗഡ്സ്, ഗാർഡൻ, വെരി നൈസ്. ഹൗസ്, നമ്മുടെ 4 ഓഫ് വൺസിൻ്റെ. ഓക്കെ, മൗണ്ടൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ കാണുന്നത് എനിക്ക് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇതിൽ വേറെ നെഗറ്റീവ് കാർഡ്സ് ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് വിചാരിക്കരുത്. വന്നതെല്ലാം നല്ല കാർഡ്സ് ആണെന്ന് ഞാൻ സമാധാനിച്ചതാണ്. ആക്ച്വലി നല്ല കുറച്ച് മോശമായ സിറ്റുവേഷൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അത് വന്നിട്ടില്ല, സാരില്ല. നമുക്ക് നല്ലത് വന്നത് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. നന്ദി പറയാം ദൈവത്തിന്. നിങ്ങളോട് ആക്ച്വലി അവർക്ക് ഫീലിങ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഹാർട്ട് എന്ന് പറയുന്നുണ്ട്. അവർ നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വരും, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്ന രീതിയിൽ നമുക്ക് പറയാം. ട്രീ എന്ന് പറയുന്നുണ്ട്, സ്ട്രോങ് ആണ് അവർ. ഞാൻ പറഞ്ഞില്ലേ, അവർ വളരെ കമ്മിറ്റഡ് ആണ് നിങ്ങളോട്. ഓക്കെ, അവർ ഫെയ്ത്ത്ഫുൾ ആണ്, കമ്മിറ്റഡ് ആണ് നിങ്ങളോട്. ഓക്കെ, നിങ്ങളോടുള്ള സ്നേഹം അത് അവരുടെ ഉള്ളിൽ ശരിക്കും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട്. ഓക്കെ, ഒരു മരം പോലെ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് തന്നെയാണ് അവർക്ക് നിങ്ങളോട്. ഓക്കെ, അങ്ങനെ വേണം എന്നുമാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ഗ്രോ ചെയ്യണം എന്നുമാണ് അവരുടെ ആഗ്രഹം. ബെയർ എന്ന് പറയുന്നുണ്ട്, പ്രൊട്ടക്ഷൻ എന്ന രീതിക്ക് നമ്മൾ പറയാറുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ. ഓക്കെ, അതായത് തേർഡ് പാർട്ടി അറിയാതെ നിങ്ങളെ അവരിപ്പോഴും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ നിങ്ങളെ അവർ പ്രൊട്ടക്ട് ചെയ്യണം ഒരു തരത്തിൽ. ഓക്കെ, അതായത് അതുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, തേർഡ് പാർട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഫുള്ളായിട്ട് അവർ അകറ്റി വിടും, ഇല്ലേ? അപ്പം അങ്ങനെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും. ഓക്കെ, നിങ്ങളെ ഇപ്പോൾ സംസാരിക്കുന്ന അറിയാതിരിക്കാൻ മാക്സിമം അവർ ശ്രദ്ധിക്കുന്നുണ്ട്, ഡൗട്ട് തോന്നാതിരിക്കാൻ മാക്സിമം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ രീതിയിലൊക്കെ അവർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എവിടെയോ. ഓക്കെ, സോ ഈ റിലേഷൻഷിപ്പിനെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. എൻ്റെ ഇവിടെ സ്റ്റോക്ക് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരും. ഓക്കെ, ഗുഡ് ന്യൂസ് വരും, നിങ്ങൾക്കൊരു മെസ്സേജ് വരും, പേഴ്സൻ്റെ സ്നേഹത്തോടെയുള്ള ഒരു മെസ്സേജ് വരും എന്ന് പറയാം. ഗുഡ് ന്യൂസ് വരും എന്ന് പറയാം. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ വല്ല മീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. കാണാൻ മീറ്റ് ചെയ്യാനൊരു പ്ലാൻ ഇടുക, കാരണം ഇവിടെ ഗാർഡൻ ഉണ്ട്, അത് കണ്ടുകൊണ്ടാണ്. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ എവിടെയെങ്കിലും പോവാം, പുറത്ത് പോവാം, മീറ്റ് ചെയ്യാം, മെസ്സേജ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിബിൾ ആണ്. ചിലപ്പോൾ നിങ്ങൾ യാത്രകൾ പോവാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യും, ജസ്റ്റ് എവിടെയെങ്കിലും പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാം, സംസാരിക്കാനുള്ള സാഹചര്യം അങ്ങനെയൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ക്ലൗഡ്സ് ഉണ്ട് ഇവിടെ, ക്ലൗഡ്സ് ആൻഡ് മൗണ്ടൻ ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അത് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടയിൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓക്കെ, മൗണ്ടനും ഉണ്ട്. നിങ്ങൾ തമ്മിൽ ചില ബ്ലോക്കേജസ് ഉണ്ട്, നിങ്ങളുടെ ഇടയിൽ ചില ബ്ലോക്കേജസ് ഉണ്ട്. തേർഡ് പാർട്ടി ആണ്, ഫാമിലി ആവാം, മാരീഡ് ആണെങ്കിൽ അങ്ങനെ ആവാം, എന്തും ആവാം. ഓക്കെ, ആ സിറ്റുവേഷൻസിനൊക്കെ പക്ഷേ ഓവർകം ചെയ്തിട്ട് അവർ സൊല്യൂഷൻസ് അവർ കണ്ടുപിടിക്കുമെന്നാണ്. ഓക്കെ, സൊല്യൂഷൻസ് വരും നിങ്ങളുടെ കാര്യത്തിൽ. കീ എന്ന് കാണുന്നുണ്ട്, ആൻഡ് ഇവിടെ ക്ലോവറാണ്, ലക്കാണ്. സോ വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് ലക്ക് വരുന്നുണ്ട് എന്ന് പറയാം. ആൻഡ് ഇവിടെ കീ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതായിട്ട് പറയാം. നിങ്ങളുടെ പേഴ്സൺ സൊല്യൂഷൻസ് കണ്ടുപിടിക്കും, എങ്ങനെയാണ് സിറ്റുവേഷൻ ഓവർകം ചെയ്യേണ്ടത് എന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആൻഡ് ഇവിടെ ഹൗസ്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുമായിട്ട് മാരേജാണ് അവർ ആഗ്രഹിക്കുന്നത്, ഒരു ഫാമിലി പോലെ വേണമെന്നാണ് അവർക്ക് മനസ്സിലെ ആഗ്രഹം. അതാണ് വളരെ ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അവരതിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. പക്ഷെ അവർ എന്നാലും നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് ആത്മാർത്ഥമാണ്. ഓക്കെ, നിങ്ങളോട് വളരെ ഡീപ്പ് ഫീലിങ്സ് തന്നെയാണ്, സ്ട്രോങ് ഫീലിങ്സ് ആണ് അവർക്ക്, കമ്മിറ്റഡ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. ഓക്കെ,
അതെല്ലാം ഉണ്ട്. ഓക്കെ, ബട്ട് അവർ കാണിക്കുന്നത് ചിലപ്പോൾ പുറത്ത് ഒരു വളരെ റഫായിട്ടൊക്കെ കാണിക്കുന്നുണ്ടാവാം, ബട്ട് അവരുള്ളിൽ ഉള്ള ഫീലിങ്സ് അവർ മറച്ചു വെക്കാൻ വേണ്ടി ചെയ്യുന്നതാണത്. ഓക്കെ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും അവനവനെ പ്രൊട്ടക്ട് ചെയ്യാനും എന്തോ മീൻസ് റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അവർ മറയ്ക്കുന്നത്. ഓക്കെ, സോ എനിവേ പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെയാണ് നമുക്കറിയാം. ഓക്കെ, വെയിറ്റ് ചെയ്യുക നിങ്ങൾ. പേഴ്സൺ ഇതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കട്ടെ. പാരൻസിനെ ആണെങ്കിൽ പാരൻസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമോ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. പോസിറ്റീവായിട്ട് നിങ്ങളൊക്കെ ഇരിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.